ഹായ്, നമ്മളൊരു വീടോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ഒരു കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് കോൺട്രാക്ടറിനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 3 മെയിൻ പോയിൻറ്റ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഗെറ്റ് എ ഡീറ്റെയിൽ കോൺട്രാക്ട്. അവരുടെ അടുത്ത് മാക്സിമം ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺട്രാക്റ്റ് മേടിക്കാൻ ശ്രമിക്കുക. അതിൽ എന്തൊക്കെ സ്കോപ്പാണ് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്ത് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് കോൺട്രാക്റ്റിൻ്റെ ഭാഗത്ത് അവർ ചെയ്ത് തരാൻ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിട്ടൺ ഡോക്യുമെൻറ്റ് തന്നെ കീപ്പ് ചെയ്യുക. അതുകൂടാണ്ട് ഒരു പേയ്മെൻറ്റ് ഷെഡ്യൂൾ കീപ്പ് ചെയ്യുക. അതിനകത്ത് സ്റ്റേജ് ബൈ സ്റ്റേജസ് പേയ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ പേയ്മെൻറ്റ് ആദ്യമേ അവർ മേടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എൻഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് വർക്ക് തീർക്കാൻ പറ്റാണ്ട് കോൺഫ്ലിക്ട്സും കാര്യങ്ങളും വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പേയ്മെൻറ്റ്സും സിസ്റ്റമാറ്റിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺട്രാക്റ്റും കീപ്പ് ചെയ്യുക. സെക്കൻഡ് തിങ് ഈസ് റിവ്യൂ ദ പാസ്റ്റ് വർക്ക്. അവരുടെ പഴയ വർക്കുകൾ അല്ലെങ്കിൽ പഴയ ക്ലയൻറ്റുകളെ പോയി കാണാനും മീറ്റ് ചെയ്യാനും ശ്രമിക്കുക. അതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കംപ്ലീറ്റ് സ്കോപ്പ്, ആ വർക്കുകൾ എത്ര രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു, എത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നു, എത്ര ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് വന്നപ്പോൾ അവരെങ്ങനെയാണ് ഡീൽ ചെയ്തതെന്നുള്ളതൊക്കെ കംപ്ലീറ്റ് പിക്ചർ കിട്ടും. അത് തന്നെയാണ് ഒരു മേജർ ഷെയർ ഓഫ് ഒരു കൺഫ്യൂഷൻസിനും ഡിസിഷൻ മേക്കിങ്ങിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ തേർഡ് തിങ് ഈസ് കമ്മ്യൂണിക്കേഷൻ. അവർ എങ്ങനെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക. അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കൺസേൺസ് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മേജർ ഒരു കൺഫ്യൂഷൻസും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് തീർക്കാൻ പറ്റും. ഈ 3 പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടോ അത് എനി അതർ ബിൽഡിംഗ് ആയിക്കോട്ടെ അത് കംപ്ലീറ്റ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. താങ്ക് യു.